എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അറിയാലോ, നാളെ നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫൈനൽ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് മോള് നാളെ കൊടുക്കേണ്ട സെറ്റ് മുണ്ടും അതിൻ്റെ ബ്ലൗസുമാണ്. എനിക്ക് സെറ്റ് മുണ്ട് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ മുന്താണിൽ ഇങ്ങനൊരു വർക്കൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമായി, സെലക്ഷൻ ഇഷ്ടമായി. ഇത് ചേച്ചിയുടെ സെലക്ഷനാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് കൊടുത്തിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ ഇതായിരിക്കും, നാളത്തെ നൂലുകെട്ടായിരിക്കും വിഷയം. അപ്പോൾ ഞാനിതിപ്പോൾ നേരത്തെ നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ ചേച്ചി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും തന്നെ വരും, രാവിലെ വരും, വൈകുന്നേരം പോകും. അപ്പോൾ ഇന്ന് ഞാൻ നിറയെ എരുമമൂട്ടയുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് ഞാൻ അവളോട് ഈ വിളക്കും കിണ്ടി ഈ ഇടങ്ങഴി ഒക്കെ ഒന്ന് കഴുകി വയ്ക്കാനാണ്. എടുത്ത് കഴുകണത് ഞാൻ കണ്ടു, പിന്നെ അത് എവിടെയാണെന്ന് ഞാൻ നോക്കിയില്ല. ഇപ്പോൾ വൈകുന്നേരം ഞാൻ ഒതുക്കി പറക്കി വന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയോ, ഈ കിണ്ടിയും ഈ ഇടങ്ങഴി ഈ തളികയും ഈ നിലവിളക്കൊന്നും വാങ്ങിയ സമയത്ത് ഇത്ര നിറം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാനൊരിക്കലും ഇത്ര നിറത്തിലിട്ട് കഴുകിയിട്ടുമില്ല. ഇന്ന് ഇതെല്ലാം ഒതുക്കി ഒരിടത്ത് വെച്ചേക്കുന്ന കണ്ടപ്പോഴേ സത്യം പറഞ്ഞ ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കേണ്ട, അങ്ങനെ അനങ്ങാതിരിക്കായിരുന്നു. അതുപോലെ തന്നെയൊക്കെ ഉണ്ട്. ആകെ ക്ലാവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത് ഇതെന്തുപയോഗിച്ചിട്ടാണ് കഴുകിയതെന്ന് നാളെ വരുമ്പോൾ ചോദിക്കണം. അത്രയ്ക്കും ഒരു എന്താ പറയുക, ഞെട്ടിപ്പോയി ഞാൻ. ഓരോന്നോരോന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ അമ്മായിയമ്മ എനിക്ക് സമ്മാനിച്ചതാണ് കേട്ടോ. ഇതും അതേ ആ ഇടം കഴിയാതെ അങ്ങനെ തന്നെയാണ് ഈ തളിക. ഈ തളിക എനിക്ക് എൻ്റെ അമ്മ വാങ്ങി തന്നു, സ്വന്തം അമ്മയല്ല, ചേട്ടൻ്റെ അമ്മ. നിലവിളക്കം ഉണ്ടോ, എന്നും കത്തിക്കുന്ന നിലവിളക്കം. അതിൻ്റെ ഉൾവശമൊക്കെ നോക്കി. ഇത് എങ്ങനെ ഇങ്ങനെ കഴുകിയെടുക്കുന്നത് ഇപ്പോൾ ഒരു രൂപവും കിട്ടുന്നില്ല. നാളെ ചോദിക്കണം. അതുപോലെ തന്നെ ഈ വിളക്ക് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ വാങ്ങി. ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ ചേട്ടൻ വാങ്ങിച്ചു തന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ജന്മം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ നിലവിളക്ക്. ഇങ്ങനെ കുറേ കഥകളൊക്കെ ഇവർക്ക് എന്നോട് പറയാനുണ്ട്. അപ്പോൾ ഇത് എന്തുപയോഗിച്ചിട്ടാണ് കഴുകിയതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അവൾ വരുമ്പോൾ വേണം ചോദിക്കാനായിട്ട്. അതുപോലെ നാളെ ഞാൻ സാരി ഉടുക്കണോ, സെറ്റ് സാരി ഉടുക്കണോ, അതോ സാധാരണ വീട്ടിലിടുന്ന ഉടുപ്പിടണോ, ഒരു ധാരണയില്ല. കാരണം ഓടി നടക്കേണ്ട ആൾ ഞാൻ. എനിക്ക് സാരി ഒന്നും ഉടുത്തിട്ട് അങ്ങനെ പണികളെടുത്ത് നടക്കാൻ നല്ല പിടുത്തമില്ല. സെറ്റ് സാരിയൊക്കെ ആണെങ്കിൽ ഒട്ടും അറിയില്ല. കാര്യം നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല, ഫുഡ് പുറമേന്ന് പറയുക. എനിക്ക് ആരെ കൊണ്ട് പറ്റും ഈ തിക്കും തിരക്കിട്ട് ഓടി നടന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചോറും കറികളും, ഒരു കറിയോ രണ്ട് കറിയോ പോരല്ലോ. പിന്നെ അത് ഒരു 10-20 പേർക്ക് വയ്ക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. നമ്മൾ തിരക്കിലല്ലേ, കുഞ്ഞിനെ നോക്കണം, അമ്മേനെ നോക്കണം, പിന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് പാചകം കൂടി എനിക്ക് പറ്റില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞേക്കണോ. എങ്കിൽ പോലും നമ്മളത് വിളമ്പാനും ഒക്കെ ആയിട്ട് ഓടി നടക്കുമ്പം ഈ സാരി ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് എനിക്ക് ഇപ്പം തന്നെ ടെൻഷൻ. പാറു എന്നോട് പറഞ്ഞത് അമ്മ സാരി ഉടുത്താൽ മതി കേട്ടോ, സാരി ഉടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഞാനിപ്പോൾ. അതിൽ കൂടാതെ നാളത്തെ ദിവസത്തിൻ്റെ ഒരു ഭയങ്കരമായൊരു സന്തോഷവും കൂടിയുണ്ട്. പിന്നെ കുറച്ച് ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഷാരുവാണ് ചാർജ് ഏറ്റെടുത്തേക്കണത്. ഉറങ്ങാൻ പോയി. രാവിലെ വന്നിട്ട് അത് ചെയ്യും. ഒരു 11 മണിക്ക് ശേഷമാണ് മുഹൂർത്തം.
അപ്പോൾ അത്രയുള്ള സമയമുണ്ടല്ലോ, ഒരു 9 മണി കഴിയുമ്പം കുന്നംകുളത്ത് നിന്ന് അവർ ഇങ്ങോട്ട് പുറപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ. അതിനുള്ളിൽ നമ്മളെല്ലാം സെറ്റായിട്ട് നിൽക്കണം, സെറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ നാളത്തെ നമ്മുടെ വീഡിയോ നൂലുകെട്ടിനെ ആസ്പദമാക്കിയിട്ടുള്ളതാവട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. നമുക്ക് നാളെ കാണാം കേട്ടോ.